ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന കഥയെപ്പറ്റിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ വേലക്കാരുടെ തട്ടിപ്പ് വെട്ടിപ്പുമെല്ലാം അലീന കൈയോടെ പൊക്കി. ഇനി പിടിച്ചു നിൽക്കാനാവില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഇതിനെല്ലാം സാക്ഷിയായി ഔതുക്കുട്ടിച്ചായനും അലീനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. തൻ്റെ കൊച്ചുമകളുടെ ബുദ്ധിസാമർഥ്യവും കാര്യവിവരവും കണ്ട് ഔതുക്കുട്ടിച്ചായന് എന്തെന്നില്ലാത്ത അഭിമാനം തോന്നി. സ്റ്റാൻലി അറിയിക്കാതെയാണ് അലീന ഇതെല്ലാം ചെയ്തത്. സ്വന്തം തെറ്റ് മനസ്സിലാക്കി അവർ കൂടെ നിൽക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് അലീനയ്ക്ക് തോന്നി. കള്ളി വിളിച്ചതായതോടെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് കരുതി പൗലോസ് തന്റെ ബാഗും പാക്ക് ചെയ്ത് സ്റ്റാൻലിയുടെ മുന്നിലെത്തി. പൗലോസിനെ കണ്ടതും സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എന്താ പൗലോസേ, നീ ഇവിടുത്തെ പണി മതിയാക്കി പോവാൻ തന്നെ തീരുമാനിച്ചോ? അയ്യോ, അങ്ങനെയല്ല മുതലാളി, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. ഇത് കേട്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അതെന്താ ഇന്നലെ രാത്രി നിനക്ക് ബോധോദയം ഉണ്ടായതാണോ വീട്ടിലേക്ക് പോയിട്ട് വരാമെന്ന്? പൗലോസ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അല്പം സമയത്തെ മൗനത്തിന് ശേഷം പൗലോസ് വീണ്ടും ചോദിക്കുകയാണ്, എനിക്ക് ഒരു 5000 രൂപ കിട്ടിയാൽ കൊള്ളായിരുന്നു. ഉടൻ തന്നെ സ്റ്റാൻലി 5000 രൂപ എടുത്ത് പൗലോസിന്റെ കയ്യിൽ കൊടുത്തു. അതും വാങ്ങി പൗലോസ് നേരെ പോയത് രാജപ്പന്റെയും ബൈജുവിന്റെ അടുത്തേക്കാണ്. പൗലോസിനെ കണ്ടതും ബൈജു ചോദിക്കുന്നുണ്ട്, ഇതെന്താ പൗലോസ് ഏട്ടാ, അപ്പൊ നിങ്ങൾ പോവാൻ തന്നെ തീരുമാനിച്ചോ? പിന്നല്ലാതെ, ഇനി ഇവിടെ നിന്നിട്ട് എന്നാത്തിനാ? അപ്പൊ രാജപ്പൻ ചോദിക്കുന്നുണ്ട്, മുതലാളി ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? അപ്പൊ പൗലോസ് പറയുന്നുണ്ട്, ഇല്ല, ആ കൊച്ചു പറഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നേ. ഏതായാലും ഞാൻ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. എന്റെ വില എന്താന്ന് മുതലാളി ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. അല്ല പൗലോസേട്ടൻ മുതലാളിയുടെ അടുത്ത് പോവാന്ന് പറഞ്ഞോ? ഇല്ല, പോയിട്ട് വരാമെന്നാ പറഞ്ഞേ. എന്റെ പട്ടി വരും തിരിച്ച്. പൗലോസിന് ഇതൊക്കെ പുല്ല. ഇവിടുത്തെ പണി പോയാൽ വേറെ 100 സ്ഥലത്ത് പണി കിട്ടും എനിക്ക്. അപ്പൊ ബൈജു പറയുന്നുണ്ട്, ഏതായാലും പൗലോസേട്ടൻ രക്ഷപ്പെട്ടു. ഞങ്ങളുടെ കാര്യമാണ് കഷ്ടം. ഇനി എപ്പോഴാ വിളിച്ച് ചോദ്യം ചെയ്യുന്നതെന്ന് ആർക്കറിയാം. എടാ കളഞ്ഞിട്ട് പോടാ ബൈജു. നിന്നെപ്പോലും എടുക്കുന്ന ഒരു ഡ്രൈവർക്ക് വേറെ എവിടെയാ ജോലി കിട്ടാത്തത്? അതുപോലെ തന്നെ രാജപ്പന് ഈ പട്ടികളെ താലിൽ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? കിളയ്ക്കാൻ പോയാൽ പോലും ഡെയിലി 1000 രൂപ കിട്ടും. അപ്പോഴാണ് ഇവിടത്തെ ഒരു പണി. ഏതായാലും ഞാൻ പോവാ. ഇത്രയും പറഞ്ഞിട്ട് പൗലോസ് അവിടുന്ന് സ്ഥലം വിട്ടു. സമയം 4 മണി കഴിഞ്ഞു. പുറത്ത് വണ്ടികളുടെ ശബ്ദം കേട്ട് ഔതുക്കുട്ടിച്ചായൻ ജനൽ കർട്ടൻ ഒന്ന് മാറ്റി നോക്കി. അലീനയാണെങ്കിൽ അന്നേരം ഇസ്ത്രി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആരാ വില്ലപ്പച്ച? ഔതുക്കുട്ടിച്ചായൻ അലീനയെ കൈ കാട്ടി വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്. കാണണമെങ്കിൽ പെട്ടെന്ന് ഓടിങ്ങോട്ട് വാ. അലീന പെട്ടെന്ന് ജനാലയുടെ അടുത്തെത്തി. പുറത്തോട്ട് നോക്കിയപ്പോൾ മുറ്റം നിറച്ച് വണ്ടി. 3 കാറും 2 ജീപ്പും ഉണ്ട്. വണ്ടികളിൽ നിന്ന് ഓരോരുത്തരായി ഇറങ്ങാൻ തുടങ്ങി. ഒരു കാറിൽ നിന്ന് ഒരു വൈദികൻ ഇറങ്ങി. ആ ഔതുക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഇത് അഞ്ചലിലെ വികാരിയച്ഛനാ. മറ്റു 2 കാറിലും വന്നിരിക്കുന്നത് കുറച്ച് രാഷ്ട്രീയക്കാരാ. പുറകിലത്തെ വണ്ടിയിൽ നിന്ന് റീത്താമ്മയും ആങ്ങളമാരും എൽസമ്മയും പിള്ളേരും ഇറങ്ങി. ആ ഔതുക്കുട്ടിച്ചായൻ അലീനോട് പറയുന്നുണ്ട്, മോൾ എൽസമ്മയെ കണ്ടിട്ടില്ലല്ലോ, ദാ അങ്ങോട്ട് നോക്ക്, അതാ എൽസമ്മ. അലീന നോക്കുമ്പോഴേക്കും അവരകത്തോട്ട് കയറി കഴിഞ്ഞു. ഷോ, ശരിക്കൊന്നും കാണാൻ പറ്റിയില്ല. നീ വിഷമിക്കേണ്ട, അവരേതായാലും നിന്നെ കാണാതെ ഇവിടുന്ന് പോവത്തില്ല. തൽക്കാലം നീ ഈ മുറിയിൽ തന്നെ ഇരുന്നാൽ മതി. രണ്ടും കൽപ്പിച്ച അവരുടെ വരവെന്ന് തോന്നുന്നു. ഞാൻ ഏതായാലും അങ്ങോട്ട് ചെല്ലട്ടെ. നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി, പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യക്കുടിച്ചാൻ അവിടെ നിന്ന് പോയി. അലീനയാണെങ്കിൽ ജനാലയ്ക്കരികിൽ തന്നെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ഗ്രീൻ നിറത്തിലുള്ള സാരി എടുത്ത് ഒരു മധ്യവയസ്ക തന്റെ മുറിയിലേക്ക് കടന്നു വരുന്നത് അവൾ കണ്ടു. അലീന ജനാലയ്ക്കരികിൽ നിൽക്കുന്നതറിയാതെ അവരങ്ങിങ്ങ് പരതി നോക്കി. അവരുടെ പിന്നാലെ 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ ടാനിയായി അലീന തിരിച്ചറിഞ്ഞു. മറ്റേ പെൺകുട്ടി അലസമായി നഖം കടിച്ചുകൊണ്ട് അങ്ങ് വട്ടം തിരിഞ്ഞു. അലീനയെ കണ്ടതും അവൾ ആഹ്ലാദം കൊണ്ട് വിളിച്ചു പറയുകയാണ്, മമ്മി, ദേ നിൽക്കുന്നു ആ ചേച്ചി. അവർ അവൾക്ക് നേരെ തിരിഞ്ഞു. ആരും പരിചയപ്പെടുത്തിയില്ലെങ്കിലും അലീനയ്ക്ക് മനസ്സിലായി അത് തന്റെ പപ്പയുടെ ഭാര്യ എൽസമ്മയാണെന്ന്. തന്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീ. മറ്റു 2 പെൺകുട്ടികളും തന്റെ അനുജത്തിമാർ. അലീന മനസ്സിൽ പറഞ്ഞു. സാവധാനം അവൾ എൽസമ്മയുടെ അടുത്തേക്ക് ചെന്നു. തുടർന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് മന്ദഹസിച്ചു. എൽസമ്മ അലീനയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. വേറെ ഏതോ ഓർമ്മയിലേക്ക് അവർ പെട്ടെന്ന് വഴുതി പോയതുപോലെ അലീനയ്ക്ക് തോന്നി. അലീനയുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എൽസമ്മയോട് സോഫയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അലീന പറയുകയാണ്, അങ്ങോട്ട് ഇരുന്നോളൂ. പെട്ടെന്ന് അവരുടെ മുഖത്ത് ദേഷ്യവും വെറുപ്പും നിറഞ്ഞു. പൊട്ടിത്തെറിക്കുന്ന പോലെ അവരെന്തെങ്കിലും പറഞ്ഞേക്കുമെന്ന് അലീനയ്ക്ക് തോന്നി. പക്ഷേ അഗ്നിപർവ്വതത്തിന്റെ ജ്വാലാമുഖം പെട്ടെന്ന് അണഞ്ഞതുപോലെ അവരുടെ മുഖത്തു നിന്ന് ആ ഭാവം അപ്രത്യക്ഷമായി. അലീന പറഞ്ഞു തരുമ്പോഴേക്കും അവരുടെ 2ാമത്തെ കുട്ടി ആ സോഫയിലേക്ക് ചാടിയിരുന്നു. അവളതിൽ അമർന്നിരിക്കുകയും ചാടിക്കയറുകയും ചെയ്തുകൊണ്ട് അതിന്റെ മൃദുത്വം ആസ്വദിക്കുകയാണ്. അധികം വൈകാതെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് കിടക്കയിലേക്ക് പോയി കിടന്നു. അതിൽ ഉരുളുകയും ചാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൽസമ്മ ടെൽസ എന്ന് ഉറക്കെ വിളിച്ചു. ആ വിളി കേട്ടതും അവൾ ചാടി എഴുന്നേറ്റ് മമ്മിയെ നോക്കി. അതിനിടയിൽ റീത്താമ്മയും ഔതുക്കുട്ടിച്ചായനും മുറിയിലേക്ക് എത്തി. അലീനെ കണ്ടതും റീത്താമ്മ ഇരുന്നൊരു നോട്ടം നോക്കി. എന്നിട്ട് എൽസമ്മയോട്, കണ്ടല്ലോ, മതി, നീ പോവാം. ഈ സമയത്ത് ടെൽസയാണെങ്കിൽ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ടായിരുന്നു. അലീന
ടെൽസിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. അവൾക്ക് 17 വയസ്സ് തോന്നിച്ചു. പക്ഷേ അത്രത്തോളം മാനസിക വളർച്ചയില്ല എന്നുള്ളത് സ്പഷ്ടമായിരുന്നു. അവളുടെ വേഷധാരണം അശ്രദ്ധമായിരുന്നു. മുടിയെല്ലാം ചീകാതെ അലസമായി കിടക്കുന്നുണ്ട്. അലീന ഇത്തരം കുട്ടികളെ മുമ്പും കണ്ടിട്ടുണ്ട്. അവൾക്ക് സങ്കടം തോന്നി. ടാനിയ വാതിലിനരികിൽ തന്നെ നിൽപ്പുണ്ട്. റീതാമി എൽസമയും മുറിയിൽ നിന്ന് ഇറങ്ങിയതോടെ ടെൽസയും കൊണ്ട് ടാനിയ താഴേക്ക് പോയി. അവതക്കുട്ടിച്ചായൻ അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു ചെറിയ ചിരിയോടുകൂടി പറയുകയാണ്. അതാ എൽസമ്മ. എനിക്ക് മനസ്സിലായി വല്യപ്പച്ച. മോളോട് എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഇവിടെ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട് മോളെ. MLAയും പഞ്ചായത്ത് പ്രസിഡന്റും അഞ്ചലിലെ വികാരിയച്ഛനും എൽസമ്മയുടെ ബന്ധുക്കളും അങ്ങനെ ഒരു 10-25ഓളം ആൾക്കാരുണ്ട്. അതെയോ? അത്രയും പേരുണ്ടോ? എന്നാൽ ഞാൻ എല്ലാവർക്കും ചായ എടുക്കാം. എന്തിന്? അവർ ലാലിച്ചനെ നിർത്തി പൊരിക്കാൻ വേണ്ടി വന്നിരിക്കുക. നീയാണ് അവരുടെ മുഖ്യ ശത്രു. ലാലിച്ചനെയും അവൻ്റെ പട്ടികളെയും പേടിച്ചിട്ടാ. അല്ലെങ്കിൽ കൊല്ലാനും പഠിക്കാത്തവരാ ഈ പുളിക്കൽ തറവാട്ടുകാർ. തനി ചട്ടമ്പികളാ. നിനക്കറിയാൻ മേലാഞ്ഞിട്ട് അവരെ. ഏതായാലും മോൾ ഇവിടെ ഇരുന്നാൽ മതി. ഞാൻ എന്നാൽ അങ്ങോട്ട് ചെല്ലട്ടെ. ലാലിച്ചൻ അവിടെ ഒറ്റയ്ക്കാണ്. അതോക്കുട്ടിച്ചായൻ അതും പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങി. വാതിൽ പുറത്തുനിന്ന് അടച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ആരോ ഡോർ ഹാൻഡിൽ തിരിക്കുന്ന ശബ്ദം കേട്ട് അലീന തിരിഞ്ഞു നോക്കി. ഒരു ചെറിയ വിടവ് മാത്രമേ ഉള്ളൂ. വാതിലിനപ്പുറത്ത് ആരോ നിൽക്കുന്നുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. പെട്ടെന്ന് അവൾക്ക് ഭയം തോന്നി. അലീന അല്പം ശബ്ദം ഉയർത്തി ചോദിച്ചു, ആരാത്? വാതിൽ പൂർണ്ണമായും തുറന്ന് ചിരിച്ച മുഖവുമായി ടെൽസ അകത്തേക്ക് കയറി വന്നു. അലീന അവളെ അടുത്തേക്ക് വിളിച്ചു. അവൾ ഓടിയെത്തി. എന്താ മോളുടെ പേര്? ടെൽസ. സുഖാണോ മോൾക്ക്? ആ സുഖവാ. ടെൽസയെ കണ്ടതും അലീനയുടെ കണ്ണുകളെല്ലാം നിറയാൻ തുടങ്ങി. പെട്ടെന്നാണ് ടെൽസയുടെ ചോദ്യം. പപ്പയുടെ മോളാണോ? അലീന നിറമിഴികളോടെ തലയാട്ടി. അലീന ടെൽസയുടെ മുടിയിലും കവിളിലുമെല്ലാം മെല്ലെ തലോടാൻ തുടങ്ങി. ഇത് കണ്ട് ടെൽസയ്ക്ക് ചിരി വന്നു. അവൾ പെട്ടെന്ന് അലീനയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ചേച്ചിക്ക് പനിയുണ്ടോ? ഇല്ലല്ലോ. എന്തു പറ്റി മോളെ? അവൾ പഴയതുപോലെ അലീനയുടെ കൈത്തലം പിടിച്ച് തൻ്റെ കവിളോട് ചേർത്ത് വെച്ചു. ചേച്ചിയുടെ കൈക്ക് നല്ല ചൂടുണ്ട്. നല്ല സുഖം. അലീനയ്ക്കത് കേട്ടപ്പോൾ കരച്ചിൽ വന്നു. ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല അവൾ തന്നെ ചേച്ചിയെന്ന് വിളിച്ചത്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വിളിയാ. അലീനയ്ക്ക് സന്തോഷവും സങ്കടവും ഒരേപോലെ വന്നു. അവൾ ടെൽസയുടെ ശിരസിൽ മെല്ലെ തലോടാൻ തുടങ്ങി. അതിഷ്ടപ്പെട്ടതുപോലെ ടെൽസയും അവളോട് ചേർന്നിരുന്നു. അലീന അവളുടെ മുഖം തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സന്തോഷം കൊണ്ട് കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. പെട്ടെന്ന് ടെൽസ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു, എന്തിനാ ചേച്ചി കരയുന്നേ? ഒന്നുമില്ല മോളെ. അപ്പോൾ ടെൽസ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിലേക്ക് ചേച്ചി വരുമോ? വരും, ഉറപ്പായിട്ടും വരും. അപ്പോഴേക്കും റീതാമ്മയുടെ വിളി വന്നു, ടെൽസ. അത് കേട്ടതും ഞെട്ടലോടുകൂടി ടെൽസ പിടഞ്ഞെഴുന്നേറ്റു. ആൻറ്റി വിളിക്കുന്നുണ്ട്, പിന്നെ വരാം ചേച്ചി. ഇതും പറഞ്ഞിട്ട് അവൾ വാതിൽ കടന്ന് പുറത്തേക്ക് ഓടി. പക്ഷേ റീതാമ്മ അവളെ ശകാരിക്കുന്നത് അവ്യക്തമായി അലീനയ്ക്ക് കേൾക്കാമായിരുന്നു. അലീന കിടക്കയിലേക്ക് ഇരുന്നു. എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് കരച്ചിലടക്കാനായില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ അലീനയ്ക്ക് തോന്നി. ചിരിച്ചുകൊണ്ടുള്ള ടെൽസയുടെ മുഖം അവളുടെ മനസ്സിൽ തങ്ങി നിന്നു. ടെൽസയുടെ അവസ്ഥയോർത്ത് അവൾക്ക് വിഷമം തോന്നി. അല്പം സ്നേഹവും പരിഗണനയും കൂടുതൽ കിട്ടിയാൽ അവളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അലീനയ്ക്ക് തോന്നി. വന്നവരെല്ലാം ലിവിംഗ് റൂമിൽ ഒത്തുകൂടി. ഒത്ത നടുക്ക് സ്റ്റാൻലിയുടെ ഇടവും വലവുമായി 2 നായ്ക്കളും. എന്തും നേരിടാൻ തയ്യാറായാണ് സ്റ്റാൻലി അവരുടെ മുൻപിൽ ഇരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള ഭാഗങ്ങളാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്